നമസ്കാരം. ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ശൈലിയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ F-35 വിമാനമടക്കം വീഴ്ത്തിക്കൊണ്ട് ഇറാൻ തങ്ങളൊട്ടും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ടെൽ അവീവിലെ ആസ്ഥാനം ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. കൃത്യതയോടെയുള്ള ആക്രമണത്തിൽ കേന്ദ്രം പൂർണ്ണമായി തകർത്തതായി ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വാർത്ത സത്യമാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു നാശമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും IRGCയുമായി ബന്ധമുള്ള ഒരു ഏജൻസിയാണ് തസ്നീം. ആ തസ്നീമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കെട്ടിടം കത്തുന്ന ദൃശ്യങ്ങൾ തസ്നീം ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച പുലർച്ചെ ടെൽ അവീവ് മേഖലയിലെ 9 സ്ഥലങ്ങളിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനും കെട്ടിടങ്ങൾക്കും കേടുപാടുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. സാവിഡോർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇസ്രായേലി ടെലിവിഷനായ KN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൂത്തികളും ഇറാനും നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമമായ ഹാരേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം തുടങ്ങിയത് മൊസാദ് തയ്യാറാക്കിയ ഒരു പദ്ധതിയോടെയായിരുന്നു. അതായത് ഈ യുദ്ധം എന്ന് പറയപ്പെടുന്നുണ്ട്. US-ഉം ഇസ്രായേലും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന വേളയിലാണ് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ഈ പദ്ധതിയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സമീപിച്ചത്. അങ്ങനെയാണ് യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അവരുടെ ആസ്ഥാനമാണിപ്പോൾ ഇറാൻ തകർത്തെറിഞ്ഞത് എന്ന് വിവരം പുറത്തുവരുന്നുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനിൽ നിന്ന് ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റും എണ്ണ ശുദ്ധീകരണശാലയും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. UAE-യിലെ ഗ്യാസ് പ്ലാന്റും വെള്ളിയാഴ്ച രാവിലെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുമെന്ന US ഭീഷണി തുടർന്നാൽ പ്രാദേശിക ഊർജ്ജ സൗകര്യങ്ങളെയും US ഓഹരി ഉടമകളുള്ള കമ്പനികളെയും ആക്രമിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നതിനിടെ അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ. മധ്യ ഇറാനിലെ ആകാശപരിധിയിൽ വെച്ച് വിമാനം തകർത്തതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ അവകാശവാദങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ ഏത് നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന മുൻകരുതലിലാണ് ഇറാനും. അമേരിക്കൻ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ സൈന്യം അതിവേഗം സജ്ജമാകുന്ന അവസ്ഥയാണ്. ശത്രുക്കളുടെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കാനും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കാനും ഇറാൻ സൈനിക മേധാവി അമീർ ഹാത്മി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇറാന്റെ മണ്ണിലെത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്നാണ് ഇറാന്റെ വെല്ലുവിളി. അതേസമയം 1949-ലാണ് മൊസാദ് രൂപീകൃതമാകുന്നത്. ചുറ്റും ശത്രു രാജ്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഇസ്രായേലിന് നിലനിൽക്കണമെങ്കിൽ അയൽ രാജ്യങ്ങളുടെ ഓരോ നീക്കവും മുൻകൂട്ടി അറിയണമായിരുന്നു. ബുദ്ധിപരമായ ആലോചനയില്ലാതെ രാജ്യം തകരും എന്ന ബൈബിൾ വചനമാണ് ഇവരുടെ ആപ്തവാക്യം. ലോകത്തിന്റെ ഏതു ഭാഗത്തും ഇസ്രായേലിന് ഭീഷണിയുണ്ടെന്ന് തോന്നിയാൽ അവിടെ മൊസാദിന്റെ ചാരന്മാർ എത്തും. അവരുടെ പ്രവർത്തന രീതികൾ അത്രമേൽ രഹസ്യമാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അറിയാതെയാണ് പല മൊസാദ് ഏജന്റുമാരും വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നത്.